ഹലോ ഗൈസ്, അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ജ്യൂസ് ആട്ടോ. അപ്പം ഞാനിതിൻ്റെ ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ഷോർട്ട്സ് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആ ഡ്രാഗൺ ഫ്രൂട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തതിൽ ഞാൻ ഒരു പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ആ ഒരു പീസ് നമ്മളുടെ മക്കൾക്ക് അത് വെറുതെ തിന്നണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഒരു പീസ് എടുത്ത് മാറ്റുവാണേ. ബാക്കിയുള്ള ഒരു പീസിനെ ഞാൻ നാലായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അതിന് ഞാൻ ഒരു ഗോപുരം പോലെ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംഭവം അങ്ങനെ കട്ട് ചെയ്യാൻ ട്രൈ ചെയ്തത്. പക്ഷെ ഫ്ലോപ്പായി പോയി. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ വലിയ കത്തി ആയതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ആ 4 പീസും ഞാൻ അതുപോലെ കട്ട് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ 4ഉം ഫ്ലോപ്പായി പോയി. ഓക്കെ, അപ്പം ഞാൻ ആ 4 പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് ഞാൻ എന്താ പറയുക, നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്, നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ജ്യൂസ് ആട്ടോ. ഓക്കെ, ഈ ഫ്രൂട്ട് നല്ല തന്നെയാണല്ലോ. ഓക്കെ, അപ്പം ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് നോക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ 4 പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനൊരു ജാറിലേക്ക് ഇടുവാണ്. ഇനി നമ്മൾക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഷുഗർ ആഡ് ചെയ്യാൻ പോവാണ്. ഞാനൊരു 3 ടീസ്പൂണേ ഞാൻ ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ 3 ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് നമ്മൾക്ക് പാലാണ്. ഞങ്ങൾ പാക്കറ്റ് പാലല്ല ഗൈസ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് പ്യുവർ പശുവും പാലാണ് കേട്ടോ. ഓക്കെ, ഞാനത് ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ആ ഒരു ചെറിയ കട്ട വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇത് ഈ 3ഉം കൂടി നമ്മൾക്ക് മിക്സിയിൽ ജാറിലിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാം. ഓക്കെ, ഇത് എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും കഴിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഞാനത് അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു സത്യം പറഞ്ഞ കളർ കേട്ടോ. ആ കളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലൊരു ടോപ്പ് വാങ്ങണം എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ചിലവില്ലല്ലോ. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കുക, ഷുഗർ ആഡ് ചെയ്യുക, പാൽ ആഡ് ചെയ്യുക. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പം തോന്നിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ഇടുക. ഓക്കെ, താങ്ക്